ആഗോള കത്തോലിക്ക സഭയുടെ തലവനായി ലിയോ 14 മാർപ്പാപ്പ സ്ഥാനമേറ്റു. സമാധാനം പുലരുന്ന പുതിയ ലോകത്തിന് ആഹ്വാനം ചെയ്ത് മാർപ്പാപ്പ. അൽ മുക്താദിർ ജുവലറി 380 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. സംസ്ഥാനത്തെ 30 ബ്രാഞ്ചുകളിൽ നടത്തിയ പരിശോധനയിലാണ് വെട്ടിപ്പ് കണ്ടെത്തിയത്. ക്രിമിനലുകളുടെയും ദേശവിരുദ്ധ പ്രവർത്തകരുടെയും സുരക്ഷിത താവളമായി കേരളം മാറുന്നു. കലാപ കേസുകളിലെ പ്രതികളും ബംഗ്ലാദേശികളും കേരളത്തിൽ കഴിയുന്നത് അതിഥി തൊഴിലാളികളെന്ന പേരിൽ. വാഹനങ്ങളിലെ ഹെഡ്ലൈറ്റുകളുടെ തീവ്ര വെളിച്ചം മൂലമുള്ള അപകടങ്ങൾ പെരുകുന്നു. കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. വിദേശത്തേക്ക് ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി വിമാന കമ്പനികൾ. നിരക്ക് വർധന ഇരട്ടിയിലേറെ. ടിക്കറ്റ് നിരക്ക് ഇനിയും കൂടുമെന്ന സൂചന. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ആഗോള കത്തോലിക്ക സഭയുടെ തലവനായി ലിയോ 14 മാർപ്പാപ്പ സ്ഥാനമേറ്റു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ചടങ്ങുകൾ ആരംഭിച്ചു. ചടങ്ങുകളുടെ ഭാഗമായി തുറന്ന വാഹനത്തിൽ വത്തിക്കാൻ ചത്തുരത്തിലെത്തിയ മാർപ്പാപ്പ വിശ്വാസികളെ ആശീർവദിച്ചു. കുർബാന മധ്യേ വലിയ ഇടയന്റെ വസ്ത്രവും സ്ഥാനമോതിരവും ഏറ്റുവാങ്ങി. വിശുദ്ധ പത്രോസിന്റെ ഖബറിലെത്തി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മാർപ്പാപ്പ കുർബാനയ്ക്കെത്തിയത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് സ്ഥാനാരോഹണത്തിന് എത്തിയിരുന്നത്. സമാധാനം പുലരുന്ന പുതിയ ലോകത്തിന് ആഹ്വാനം ചെയ്ത് മാർപ്പാപ്പ ലിയോ 14. സ്നേഹവും ഐക്യവുമാണ് പ്രധാനമെന്ന് പാപ്പ വിശ്വാസികളോട് പറഞ്ഞു. ദൈവസ്നേഹത്തിന്റെ വഴിയിൽ നടക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നത്. ഐക്യമുള്ള സഭയുണ്ടാകണമെന്നും മാർപ്പാപ്പ വിശ്വാസികളോട് പറഞ്ഞു. കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയാണ് ലിയോ 14. ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിനോടനുബന്ധിച്ച് തൃശൂർ അതിരൂപത മെത്രോപൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ലൂർദ് കത്തീഡ്രലിൽ ദീപം തെളിയിച്ച് കൃതജ്ഞതാ ബലിയർപ്പിച്ചു. കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജോസ് വല്ലൂരാൻ, മെത്രോപൊലിത്തയുടെ സെക്രട്ടറി റവറൻ ഫാദർ ഹെഡ്ലി നീലങ്കാവിൽ എന്നിവർ സഹകാർമ്മികരായി. അൽ മുക്താദിർ ജുവലറി 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. സംസ്ഥാനത്തെ 30 ബ്രാഞ്ചുകളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വെട്ടിപ്പ് കണ്ടെത്തിയത്. വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. പഴയ സ്വർണം വാങ്ങിയതിന്റെ മറവിലായിരുന്നു തട്ടിപ്പ്. തിരുവനന്തപുരത്തും കൊല്ലത്തും പരാതിയുമായി നിരവധി പേർ രംഗത്തെത്തി. അഡ്വാൻസ് ബുക്കിംഗിനായി ലക്ഷങ്ങൾ വാങ്ങിയെന്നാണ് പരാതി. കരുനാഗപ്പള്ളിയിൽ നൂറുകണക്കിന് ആളുകളാണ് പണം നിക്ഷേപിച്ചത്. ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം ഒളിവിലാണെന്ന് പരാതിക്കാർ പറഞ്ഞു. ക്രിമിനലുകളുടെയും ദേശവിരുദ്ധ പ്രവർത്തകരുടെയും സുരക്ഷിത താവളമായി കേരളം മാറുന്നു. കലാപക്കേസുകളിലെ പ്രതികളും ബംഗ്ലാദേശികളും കേരളത്തിൽ കഴിയുന്നത് തൊഴിലെടുക്കാനെന്ന പേരിൽ. മണിപ്പൂർ കലാപക്കേസിലെ പ്രതി ഇംഫാൽ സ്വദേശി രാജ്കുമാറിനെ NIA കണ്ണൂരിൽ നിന്ന് പിടികൂടിയത് കഴിഞ്ഞ ദിവസമാണ്. ഹോട്ടൽ തൊഴിലാളി എന്ന പേരിലാണ് ഇയാൾ കേരളത്തിൽ കഴിഞ്ഞിരുന്നത്. ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തി നിരവധി പേരാണ് ബംഗാളി എന്ന പേരിൽ കേരളത്തിൽ കഴിയുന്നത്. വ്യാജരേഖകളുമായി പെരുമ്പാവൂരിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശ് സ്വദേശിനിയെ ഏതാനും നാൾ മുമ്പ് പോലീസ് പിടികൂടിയിരുന്നു. വ്യാജമായി ഉണ്ടാക്കിയ ആധാർ കാർഡ്, പാൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ തരപ്പെടുത്തിയാണ് ഇവർ കേരളത്തിലെത്തുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിശദമായ കണക്കെടുത്ത് ഇവരുടെ രേഖകൾ ആധികാരികമായി പരിശോധിക്കണമെന്ന ആവശ്യം അധികൃതർ പക്ഷേ ഗൗരവമായി എടുക്കുന്നില്ല. ആഭ്യന്തര സുരക്ഷയ്ക്ക് വരെ ഭീഷണി ഉയർത്തുന്ന ദേശവിരുദ്ധരും കേരളത്തിൽ കഴിയുന്നത് അതിഥി തൊഴിലാളി എന്ന പേരിലാണ്. TCV തൃശൂർ. വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകളിലെ തീവ്ര വെളിച്ചം മൂലമുള്ള അപകടങ്ങൾ പെരുകുന്നു. കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. നിയമം ലംഘിച്ച് ഹെഡ്ലൈറ്റുകളിൽ തീവ്ര വെളിച്ചം ഉപയോഗിക്കുന്നത് മൂലമുള്ള അപകടങ്ങൾ പെരുകുകയാണ്. രാത്രികാല അപകടങ്ങളിൽ ഏറെയും അതിതീവ്ര വെളിച്ചം മൂലമാണ്. ഉയർന്ന പ്രകാശമുള്ള ഹാലജൻ, ലിഥിയം നിയോൺ ലൈറ്റുകളാണ് വാഹന ഉടമകൾ ഉപയോഗിക്കുന്നത്. വാഹന നിർമ്മാതാക്കൾ ഘടിപ്പിക്കുന്ന നിയമാനുസൃതമായ ലൈറ്റുകൾ മാറ്റിയാണ് ഇത്തരം ലൈറ്റുകൾ ഘടിപ്പിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളിലും കാറുകളിലും വലിയ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റുകളിലെ പ്രകാശ തീവ്രതയ്ക്ക് മാനദണ്ഡമുണ്ട്. നിയമവിധേയമല്ലാത്ത ഹെഡ്ലൈറ്റുകൾ ഘടിപ്പിച്ചവരെ കണ്ടെത്താൻ പരിശോധന കർശനമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ലക്സ് മീറ്റർ ഉപയോഗിച്ചാകും പരിശോധന. ഇത്തരം വാഹനങ്ങൾക്കെതിരെ പൊതുജനത്തിനും പരാതി നൽകാം. വാഹനങ്ങളുടെ നമ്പറും ദൃശ്യവും സഹിതമാണ് പരാതി നൽകേണ്ടത്. നിയമലംഘനം ബോധ്യപ്പെട്ടാൽ കനത്ത പിഴ ഈടാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. TCV ന്യൂസ് തൃശൂർ.
വിദേശത്തേക്ക് ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി വിമാന കമ്പനികൾ. അവധിക്കാലത്ത് യുഎഇയിലെത്തിയ പ്രവാസി കുടുംബങ്ങളുടെ നാട്ടിലേക്കുള്ള തിരിച്ചുപോക്ക് മുന്നിൽ കണ്ടാണ് ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയത്. ഈ മാസം ആദ്യവാരം ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയിലേറെയാണ് നിരക്ക് വർദ്ധിപ്പിച്ചത്. ജൂൺ ആദ്യവാരം ബലിപ്പെരുന്നാൾ കൂടി വരുന്നതോടെ നിരക്ക് ഇനിയും വർദ്ധിക്കുവാനാണ് സാധ്യത. യുഎഇയിലെ മധ്യവേനൽ അവധി ജൂൺ 26-ന് ആരംഭിക്കുന്നതിനാൽ ഉയർന്ന നിരക്ക് കുറയണമെങ്കിൽ സെപ്റ്റംബർ പകുതി കഴിയും. അതുവരെ പ്രവാസികൾക്ക് യാത്രയ്ക്കായി വൻ തുക മുടക്കേണ്ടി വരും. ദിവസങ്ങളിൽ നിരക്ക് ഇനിയും ഉയരുമെന്നാണ് സൂചന. വാൽപ്പാറയിൽ തമിഴ്നാട് സർക്കാർ ബസ് നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിഞ്ഞ് 27 പേർക്ക് പരിക്ക്. 14 പേരുടെ നില ഗുരുതരമാണ്. തിരുപ്പൂരിൽ നിന്നും വാൽപ്പാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് മറിഞ്ഞത്. ഹെയർപിൻ തിരിയുമ്പോഴാണ് നിയന്ത്രണം വിട്ട് 10 അടി താഴ്ചയിലുള്ള കുഴിയിലേക്ക് ബസ് മറിഞ്ഞത്. പരിക്കേറ്റവരെ വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പലൂരിൽ സർവീസ് റോഡ് ടാറിംഗ് ആരംഭിച്ചതോടെ വൻ ഗതാഗത കുരുക്ക്. ഞായറാഴ്ച രാവിലെ മുതൽ രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിലൂടെയാണ് തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങളും കടത്തിവിട്ടിരുന്നത്. ഇതോടെ ഇരുഭാഗത്തും വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന സ്ഥിതിയായി. പാലിയേക്കര ടോൾ പ്ലാസ വരെയും ആമ്പലൂരിലെ ഗതാഗത കുരുക്ക് നീണ്ടു. ചാലക്കുടി ഭാഗത്തു നിന്ന് വരന്തരപ്പള്ളി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് വാഹനങ്ങൾ കടത്തിവിടാൻ പോലീസ് സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിലും തിരക്ക് നിയന്ത്രിക്കാനായില്ല. രാത്രിയിൽ ടാറിംഗ് നടത്തിയിരുന്നുവെങ്കിൽ ഗതാഗത കുരുക്കിന്റെ രൂക്ഷത കുറയ്ക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് യാത്രക്കാർ പറയുന്നത്. തിരക്കേറിയ അവധി ദിനമായ ഞായറാഴ്ച തന്നെ സർവീസ് റോഡ് ടാറിംഗിന് തെരഞ്ഞെടുത്തതിനെയും യാത്രക്കാർ വിമർശിച്ചു. യാത്രക്കാരുടെ ദുരിതം കൂടി കണക്കിലെടുത്ത് വേണം നിർമ്മാണം നടത്താനെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആമ്പലൂരിൽ റോഡ് മുറിച്ചു കടക്കുവാൻ വഴിയാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടി. ഉല്ലൂർ ജംഗ്ഷനിൽ കെഎസ്ആർടിസി ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം 2 കടകൾ പൂർണ്ണമായി തകർന്നു. പുലർച്ചെയായിരുന്നു അപകടം. എറണാകുളത്ത് നിന്നും ഊട്ടിയിലേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ലോ ഫ്ലോർ ബസ്സും തൃശൂർ നിന്നും പത്തനംതിട്ടയിലേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. മുന്നിൽ പോയിരുന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് സൂപ്പർഫാസ്റ്റ് ബസ് വശത്തേക്ക് ഒതുക്കുന്നതിനിടയിലാണ് കടകളിലേക്ക് ഇടിച്ചു കയറിയത്. നിസ്സാര പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉല്ലൂർ പോലീസും ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത കാണുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിങ്കളാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയോടൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ മുതൽ 204 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് ആണ് അതിശക്തമായ മഴ കൊണ്ട് അർത്ഥമാക്കുന്നത്. 5 ദിവസം മഴ തുടരുമെന്നാണ് പ്രവചനം. ഭക്തി നിർഭരമായി രാപ്പാൾ ആറാട്ടുകടവിൽ സംഗമേശന്റെ ആറാട്ട്. തന്ത്രി നഗരമണ്ണ് ത്രിവിക്രമൻ നമ്പൂതിരി, മേൽശാന്തി പുത്തില്ലത്ത് ആനന്ദ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പരികർമ്മി മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി, അഖിൽ മണക്കാട്, നിഖിൽ മണക്കാട് എന്നിവർ സഹകാർമ്മികരായി. രാവിലെ എതിർത്ത് പൂജയും ആറാട്ടുബലിയും നടത്തിയതിനു ശേഷം പാണികുട്ടി പുറത്തേക്ക് എഴുന്നള്ളിയ ഭഗവാൻ പരിവാരങ്ങളോടുകൂടി ഒരു പ്രദക്ഷിണം കൊണ്ട് ശ്രീഭൂതബലി നടത്തി. തുടർന്ന് മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളി. കൊമ്പൻ വടക്കുന്നാഥൻ ശിവൻ ഭഗവാന്റെ തിടമ്പേറ്റി. പുതുപ്പള്ളി ഗണേശൻ, കുളക്കാടൻ കുട്ടികൃഷ്ണൻ എന്നിവർ അകമ്പടിയായി. കിഴക്കേനടയിൽ പോലീസ് സംഘം ആചാരപ്രകാരമുള്ള റോയൽ സല്യൂട്ട് നൽകി. തുടർന്ന് 3 ആനകളുമായി നാഗസ്വരത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ സംഗമേശൻ ആറാട്ടിനായി രാപ്പാളിലെത്തി. ആറാട്ടിന് ശേഷം ഭക്തജനങ്ങൾക്ക് ആറാട്ടുകഞ്ഞി വിതരണം നടത്തി. തുടർന്ന് തിരിച്ചെഴുന്നള്ളി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ പൈപ്പ് പൊട്ടി റോഡ് പിളർന്നു. ഉതുവടി സെന്ററിന് സമീപം ജലവിതരണ പൈപ്പ് പൊട്ടിയാണ് റോഡ് പിളർന്നത്. സംസ്ഥാന പാതയുടെ അടിയിലായുള്ള ജലവിതരണ പൈപ്പാണ് പൊട്ടിയത്. പൈപ്പ് പൊട്ടി ശക്തിയായി പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം സമീപത്തെ വീടുകളിലേക്ക് കയറുന്നുണ്ട്. 105 കോടി രൂപ ചെലവിൽ പുനർനിർമ്മിച്ച സംസ്ഥാന പാതയുടെ നിർമ്മാണ സമയത്ത് തന്നെ ജനങ്ങൾ ആശങ്ക ഉന്നയിച്ചിരുന്നു. റോഡിന് നടുവിലായി പൊട്ടിയതിനെ തുടർന്ന് നിലവിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്ന നിലയിലാണ്. മുല്ലശ്ശേരി മാടക്കാക്കൽ പാലത്തിന് സമീപം കനാലിൽ വീണ് ഗൃഹനാഥൻ മരിച്ചു. മധുക്കര സ്വദേശി കോവിലകൻ വീട്ടിൽ ശങ്കുരൻകുട്ടി മകൻ 55 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. കനാലിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെ വെള്ളത്തിൽ വീഴുകയായിരുന്നു. നാട്ടുകാർ ബാബുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
കുന്നംകുളത്ത് ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട പോലീസ്. കുട്ടിയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 30-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഉച്ചയ്ക്ക് 1 മണിയോടെ ചാലിശ്ശേരിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ പ്രതി ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. ബസ് നിർത്തിയതോടെ പ്രതി ഇറങ്ങിപ്പോയി. ബസ്സുകളിലെ ഉൾപ്പെടെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ കുന്നംകുളം പോലീസിന് ലഭിച്ചത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി. തേക്കിൻകാട് മൈതാനത്തെ വിദ്യാർത്ഥി കോർണറിൽ ആരംഭിച്ച മേള റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളപ്പിറവി ദിനത്തിൽ കേരളം രാജ്യത്തെ ആദ്യ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാകുമെന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഓണത്തിന് തുറന്നു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. നിരവധി കേരള മോഡലുകൾ ഉണ്ടാക്കാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 9 വർഷക്കാലം ഈ കേരളത്തിന് സാധ്യമായി എന്ന അനുഭവത്തിന്റെ കരുത്തോടെയാണ് നാം ആ ഗവൺമെന്റിനെ 10ാം വർഷത്തിലേക്ക് നയിക്കുന്നത്. 600 രൂപ മാത്രം കിട്ടിയിരുന്ന ക്ഷേമ പെൻഷൻ ആ 600 രൂപ 1600 രൂപയായി വർദ്ധിപ്പിച്ച് എല്ലാ മാസവും കൃത്യമായി കേരളത്തിലെ 60 വയസ്സ് കഴിഞ്ഞ് 62 ലക്ഷം മനുഷ്യരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന അത്ഭുതകരമായ മാജിക്കിന് സാക്ഷ്യം വഹിച്ച 9 വർഷക്കാലമാണ് കേരളത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിഞ്ഞത് എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. MLA-മാരായ AC മൊയ്തീൻ, മുരളി പെരുന്നല്ലി, ET ടൈസൺ, NK അക്ബർ, സേവ്യർ ചിറ്റിലപ്പള്ളി, KK രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സനീഷ് കുമാർ ജോസഫ് MLA ഉൾപ്പെടെയുള്ള BJP, കോൺഗ്രസ് ജനപ്രതിനിധികൾ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് അണിനിരുന്നത്. നായ്ക്കനാലിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര സ്വരാജ് റൗണ്ട് ചുറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളും ഡിജിറ്റൽ ഡിസ്പ്ലേകളിലൂടെയും സ്റ്റാളുകളിലൂടെയും മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. കൂടാതെ വിവിധ വകുപ്പുകളുടെയും കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ 180ഓളം സ്റ്റാളുകളാണ് പൂർണ്ണമായും ശീതീകരിച്ച മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. കലാസാംസ്കാരിക പരിപാടികൾ, സെമിനാറുകൾ എന്നിവയും മേളയുടെ ഭാഗമായി അരങ്ങേറും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന മേള ഈ മാസം 24-ന് സമാപിക്കും. പ്രവേശനം സൗജന്യമാണ്. TCV തൃശൂർ. സർക്കാരിന്റെ പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് നടക്കുന്ന ഘോഷയാത്രയിൽ ആളെ കൂട്ടാൻ സർക്കാർ ഉത്തരവില്ലാതെ അവധി ദിവസത്തിലും ജീവനക്കാരെ വരുന്നതിനായി നിർബന്ധിക്കുന്നുവെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. ഘോഷയാത്രയിൽ സംബന്ധിക്കുന്നതിനും നിശ്ചിത ദൃശ്യങ്ങൾക്കുമായി കുടുംബശ്രീ CDSന്റെ തനത് ഫണ്ടിൽ നിന്നും സംഖ്യ ചെലവഴിക്കാമെന്ന് ഉത്തരവിറക്കിയിരുന്നു. ഒരു CDSൽ നിന്നും ഒരു ബസ് ഏർപ്പാടാക്കി ആളുകളെ കൊണ്ടുവരുവാനാണ് ആവശ്യപ്പെട്ടത്. പാവപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരുടെ സംരംഭത്തിൽ നിന്നും കിട്ടുന്ന നാമമാത്രമായ തുക ആളെ കൂട്ടാനായി ചെലവഴിക്കാൻ പറയുന്നത് ക്രൂരതയാണ്. സർക്കാർ ജനദ്രോഹ നടപടികൾ ചെയ്യുന്നതിനാലാണ് അധികാരവും പണവും ഉപയോഗിച്ച് ആളെ കൂട്ടേണ്ടി വരുന്നതെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ തൃശൂർ റൂറൽ പോലീസ് ഈ വർഷം രജിസ്റ്റർ ചെയ്തത് 812 കേസുകൾ. 842 പേരെ അറസ്റ്റ് ചെയ്തു. 31 കിലോ കഞ്ചാവ്, 251 ഗ്രാം MDMA, 30 ഗ്രാം കഞ്ചാവ് മിഠായി, ഹെറോയിൻ, ഹാഷിഷ് ഓയിൽ, LSD സ്റ്റാമ്പ് എന്നിവയാണ് പിടികൂടിയത്. ലഹരി കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാനുള്ള നിയമപ്രകാരം മുന്നോട്ടു പോകുമെന്ന് റൂറൽ പോലീസ് അറിയിച്ചു. ഏറ്റവും വേഗത്തിൽ പാസ്പോർട്ട് വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കുന്നതിൽ മുന്നിൽ തൃശൂർ റൂറൽ പോലീസ്. ശരാശരി 2 ദിവസം കൊണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. പാസ്പോർട്ട് എടുക്കുന്നതിനായി നൽകുന്ന അപേക്ഷകൾ അന്നേ ദിവസം തന്നെ അപേക്ഷകരുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഫീൽഡ് വെരിഫിക്കേഷനായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് അയക്കുകയും പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരിച്ച് ജില്ലാ പോലീസ് ആസ്ഥാനത്തെത്തുന്ന ഫയൽ വെരിഫിക്കേഷന് ശേഷം പാസ്പോർട്ട് ഓഫീസിലേക്ക് അടുത്ത ദിവസം കൈമാറുകയുമാണ് ചെയ്യുന്നത്. മറ്റു ജില്ലകൾ ഈ പ്രക്രിയയ്ക്ക് ശരാശരി 3 മുതൽ 8 ദിവസം വരെ എടുക്കുന്നുണ്ട്. ചായപ്പൻകുഴി പീലാർമുടി പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷം. ഞായറാഴ്ച രാത്രി വർഗീസ് പന്തലുകാരന്റെ തോട്ടത്തിലെത്തിയ ആനക്കൂട്ടത്തെ നാട്ടുകാർ പടക്കം പൊട്ടിച്ച് തുരത്തി. ആനകൾ രാത്രി വീണ്ടും വരുമോ എന്ന ആശങ്കയിലാണ് വീട്ടുകാർ. ഇതോടെ രാത്രിയിലും കാവലിരിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. 2 ആഴ്ചയ്ക്കുള്ളിൽ നിരവധി തവണയാണ് ആനകൾ പ്രദേശത്തെ വീട്ടുമുറ്റത്ത് അടക്കമെത്തിയത്. നിരവധി പേരുടെ കാർഷിക വിളകൾ ഇതിനോടകം കാട്ടാനകൾ നശിപ്പിച്ചു. കോട്ടാമലയിൽ നിന്നാണ് ഇവിടേക്ക് ആനകൾ വരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ മെയ് മാസത്തിൽ ഇതുവരെയുള്ള ഭണ്ഡാരം എണ്ണൽ പൂർത്തിയായപ്പോൾ ലഭിച്ചത് 6,98,32,451 രൂപ. 2 കിലോ 505 ഗ്രാം സ്വർണവും ലഭിച്ചിട്ടുണ്ട്. 15 കിലോ 245 ഗ്രാം വെള്ളി ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2,000 രൂപയുടെ 49ഉം നിരോധിച്ച 1,000 രൂപയുടെ 36ഉം 500ന്റെ 93 കറൻസിയും ലഭിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിൽ ബസ് സ്റ്റോപ്പ് കയ്യേറി കച്ചവടം. വടക്കേനടയിലുള്ള ബസ് സ്റ്റോപ്പിലാണ് കൺസ്യൂമർ ഫെഡിന്റെ ബോർഡ് വെച്ച പഠനോപകരണങ്ങളുടെ വിൽപ്പന നടത്തിയത്. ജനത്തിരക്കേറിയ വടക്കേനടയിലെ ബസ് സ്റ്റോപ്പ് കച്ചവട കേന്ദ്രമാക്കിയതിനെ നാട്ടുകാർ ചോദ്യം ചെയ്തുവെങ്കിലും അധികൃതരുടെ അനുമതിയോടെയാണ് കച്ചവടമെന്നായിരുന്നു നടത്തിപ്പുകാരുടെ മറുപടി. നൂറുകണക്കിന് യാത്രക്കാർ ഉപയോഗിക്കുന്ന ബസ് സ്റ്റോപ്പ് കയ്യേറി കച്ചവടം നടത്തിയ സംഭവത്തിൽ നടപടി വേണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നടന്ന വിശുദ്ധ ഔസേപിതാവിന്റെ 8ാമിട തിരുനാൾ ഭക്തിസാന്ദ്രമായി. ആഘോഷമായ 8ാമിട തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ റെന്നി മുണ്ടൻകുര്യൻ മുഖ്യ കാർമ്മികനായി. ഫാദർ ബിൽജു നീലങ്കാവിൽ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ലിവിൻ ചുണ്ടൽ സഹകാർമ്മികനായി. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി 8ാമിട തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, ട്രസ്റ്റിമാരായ KJ പിയൂസ്, പുലിക്കോട്ടിൽ വിൽസൺ, നീലങ്കാവിൽ എന്നിവർ നേതൃത്വം നൽകി. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്ന മുദ്രാവാക്യവുമായി KSFE തൃശൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ടൗൺ ഹാളിൽ കുടുംബസംഗമവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ തൊപ്പിയിലെ പൊൻതൂവലായി പ്രശോഭിക്കുകയാണ് KSFE എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. കുട്ടികൾക്ക് അവർ അന്നന്ന് നേരിടുന്ന പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും കുറിച്ച് സംവദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ബന്ധം അച്ഛനമ്മമാർ കുട്ടികളുമായി ഉണ്ടാക്കിയെടുക്കുന്നത് വർത്തമാനകാല സാഹചര്യങ്ങളിലെ അടിയന്തര ആവശ്യമാണ്. വിവിധ രീതിയിലുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും നടത്തുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനുകളിൽ പങ്കാളികളാകാനും KSFEക്ക് സാധിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. KSFE കേരളത്തിന്റെ അഭിമാന സ്ഥാപനമാണ്. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കാനൊക്കെ സഹായകരമായ വിധത്തിൽ പ്രവർത്തനത്തിൽ മാതൃകാപരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന KSFE ഇന്ന് സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തൊപ്പിയിലെ ഒരു പൊൻതൂവലായി തന്നെ പ്രശോഭിക്കുകയാണ്. നമ്മുടെ സന്നദ്ധ സംഘടനകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇത്തരം ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പരിപാടികൾ നടത്തുമ്പോൾ KSFEക്ക് തീർച്ചയായും അതിൽ പങ്കാളികളാകാൻ സാധിക്കും. KSFE ഡയറക്ടർ T. നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KSFE MD ഡോക്ടർ SK സനിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോലഴി റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AC ജോസഫ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. KSFE ജീവനക്കാരുടെ വിവിധ സംഘടനാ നേതാക്കളായ ബൈജു ആന്റണി, EN നിപുൺ, C. കേശവകുമാർ, TR അനൂപ്, KSFE തൃശൂർ മേഖലാ കാര്യാലയം മേധാവി ജോൺ ഡെന്നിസൺ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബസംഗമത്തിന് മുന്നോടിയായി നടന്ന ബൈക്ക് റാലി KSFE MD ഡോക്ടർ SK സനിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. KSFE തൃശൂർ മേഖലയ്ക്ക് കീഴിലെ ജീവനക്കാരും ഏജന്റുമാരും അപ്രൈസർമാരും ബിസിനസ് പ്രൊമോട്ടർമാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. തൃശൂർ പാട്ടരാക്കരയിൽ സ്വകാര്യ സ്ഥാപനം നടത്തി വിസ തട്ടിപ്പ് കേസിൽ ഒളിവിൽ പോയ പ്രതി പോലീസ് പിടിയിൽ. കാസർഗോഡ് സ്വദേശി രാകേഷാണ് ക്രൈംബ്രാഞ്ച് പോലീസിന്റെ പിടിയിലായത്. കരിപ്പൂർ വിമാനത്താവളം വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അറസ്റ്റ്. UK-യിലേക്ക് വിസ ശരിയാക്കാമെന്ന് പറഞ്ഞ് 12 കോടി രൂപയാണ് പ്രതി തട്ടിയെടുത്തത്. ഗുരുവായൂർ തെക്കേനടയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റ് മറിഞ്ഞു വീണു. മഹാരാജ ജംഗ്ഷനിൽ ഞായറാഴ്ച പുലർച്ചെയാണ് അപകടം. കണ്ടെയ്നർ ലോറിയിൽ കുരുങ്ങിയ കേബിൾ വലിഞ്ഞാണ് വൈദ്യുതി പോസ്റ്റ് കാറിന് മുകളിലേക്ക് വീണത്. അപകടത്തിൽ കാറിന്റെ പുറകിലെ ചില്ല് തകർന്നു. ആർക്കും പരിക്കില്ല. അപകടകരമായ രീതിയിൽ പൊട്ടിക്കിടന്നിരുന്ന കേബിളുകൾ ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്തു. വാണിജ്യം. കേരളത്തിലെ വാട്ടർ ടാങ്ക് നിർമ്മാണ രംഗത്തെ പ്രമുഖരായ സെൽസർ പോളിമേഴ്സിന്റെ 5 പുതിയ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചും ജെംസ് ഓഫ് സെൽസർ ഗെറ്റ് ടുഗദറും തൃശൂരിൽ നടന്നു. സോളാർ ഫ്ലോട്ട്സ്, 100% വിർജിൻ HDPE, സെപ്റ്റിക് ടാങ്കുകൾ, ഓപ്പൺ ഹെഡ് 210 ലിറ്റർ ഡ്രം, ഫ്ലോട്ടിംഗ് ഡോഗ്സ്, HDPE സമ്പ് ടാങ്ക് എന്നിവയാണ് സെൽസർ പോളിമേഴ്സ് പുതുതായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഹോട്ടൽ അശോക ഇന്ത്യയിൽ നടന്ന ഉൽപ്പന്നങ്ങളുടെ ഔദ്യോഗിക ലോഞ്ചിംഗ് ചടങ്ങിൽ സെൽസർ പോളിമേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ടോണി P. ജോൺ,
മാർക്കറ്റിംഗ് ജനറൽ മാനേജർ വേണുഗോപാൽ, സീനിയർ മാനേജർ ഷാജു വർഗീസ്, CEO സുബിൻ സണ്ണി എന്നിവർ സന്നിഹിതരായി. ജെയിംസ് ഓഫ് സെൽസർ എന്ന ഗെറ്റ് ടുഗദറിന്റെ ഭാഗമായി സെൽസറിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച 150 ഡീലർമാരെ ചടങ്ങിൽ ആദരിച്ചു. ഗുണമേന്മയിലും സാങ്കേതിക വിദ്യയിലും മുൻപന്തിയിൽ നിൽക്കുന്ന സെൽസറിന്റെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുമെന്ന് മാനേജ്മെന്റ് അഭിപ്രായപ്പെട്ടു. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച് മുന്നേറുന്ന സെൽസർ പോളിമേഴ്സ് 5 പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വിപണിയിൽ എത്തിക്കുന്നതിലൂടെ തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കുകയാണ്. നിലവിൽ 2500 ഡീലേഴ്സാണ് സെൽസർ പോളിമേഴ്സിനുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് 7909258634 9633346668. സ്വർണ്ണ, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8720 രൂപ, പവന് 69,760 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3401 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ആഗോള കത്തോലിക്ക സഭയുടെ തലവനായി ലിയോ 14 മാർപ്പാപ്പ സ്ഥാനമേറ്റു. സമാധാനം പുലരുന്ന പുതിയ ലോകത്തിന് ആഹ്വാനം ചെയ്ത് മാർപ്പാപ്പ. അൽ മുക്താദിർ ജ്വല്ലറി 380 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. സംസ്ഥാനത്തെ 30 ബ്രാഞ്ചുകളിൽ നടത്തിയ പരിശോധനയിലാണ് വെട്ടിപ്പ് കണ്ടെത്തിയത്. ക്രിമിനലുകളുടെയും ദേശവിരുദ്ധ പ്രവർത്തകരുടെയും സുരക്ഷിത താവളമായി കേരളം മാറുന്നു. കലാപ കേസുകളിലെ പ്രതികളും ബംഗ്ലാദേശികളും കേരളത്തിൽ കഴിയുന്നത് അതിഥി തൊഴിലാളികളെന്ന പേരിൽ. വാഹനങ്ങളിലെ ഹെഡ്ലൈറ്റുകളുടെ തീവ്ര വെളിച്ചം മൂലമുള്ള അപകടങ്ങൾ പെരുകുന്നു. കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. വിദേശത്തേക്ക് ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി വിമാന കമ്പനികൾ. നിരക്ക് വർധന ഇരട്ടിയിലേറെ. ടിക്കറ്റ് നിരക്ക് ഇനിയും കൂടുമെന്ന് സൂചന. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.